മദീനകൾ അനുസരിക്കുന്നില്ല, അവിടുന്ന് ഇസ്ലാം വിട്ടുപോയിട്ടില്ല. തൊപ്പി ഒരു സാളൂട്ടിട്ടാണ് അബ്ദുറഹ്മാൻ സുദൈസി മദീനത്തെ ഇമാമും മറ്റുള്ളവരൊക്കെ കൊത്തുമ്പ നിർവഹിക്കുന്നത്, നിസ്കരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല? ശരി, ആ തൊപ്പിട്ടുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സുദൈസി പറഞ്ഞത് നബിദിനാഘോഷം ബിദ്അത്താണ്. ആ തൊപ്പിട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ആ തൊപ്പിട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് റബ്ബല്ലാത്ത ഒരാളും തേടാൻ പാടില്ല. ആ തൊപ്പിട്ടുകൊണ്ടാണ് അദ്ദേഹം ഖുനൂത്ത് ഓതാതെ സുബ്ഹി നിസ്കരിക്കുന്നത്. ആ തൊപ്പിയിട്ട് അദ്ദേഹത്തിന് പിന്നിലാണ് സ്ത്രീകൾ ആ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതിലൊന്നും അബ്ദുറഹ്മാൻ സുദൈസി വേണ്ട. തൊപ്പിയിടുന്നത് മാത്രമേ, തൊപ്പി ആർക്കും ഇടാം, നിങ്ങൾക്കും ഇടാം, എനിക്കും ഇടാം, ആർക്കും ഇടാം. അനുവദനീയമായ വേഷം മാത്രമാണ്, അനുവദനീയമായ വേഷമാണ് തൊപ്പിയിടൽ. അറബികളുടെ ഒരു ആചാരവുമാണ്. അറബികൾ അബ്ദുറഹ്മാൻ സുദൈസി മാത്രമല്ല, അവിടെ ഞാൻ അറബികളെ കൊടുത്ത് കാഫിരികൾ ഉണ്ടെങ്കിൽ അവരും തൊപ്പിയിടും. കാഫിറായ അറബികൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരും തൊപ്പിയിടും. അത് അറബികളെ വേഷമാണ്. അമേരിക്ക പോയ എല്ലാവരും പാന്റ് ഇടും, അല്ലെങ്കിൽ ട്രൗസർ ഇടും. അത് ആ നാട്ടിലെ വേഷം. നമ്മുടെ നാട്ടിലെല്ലാം തുണി എടുക്കും, അത് ഇവിടുത്തെ വേഷമാണ്. അതുകൊണ്ട് അത് നാടനുസരിച്ച് വേഷങ്ങൾ മാറ്റം വരും. എന്നാൽ ഇസ്ലാമിന്റെ ഒരു കാര്യം ആചാരമാകാൻ അബ്ദുറഹ്മാൻ സുദൈസി ചെയ്തോ, നിങ്ങൾ ചെയ്തോ, ഞാൻ ചെയ്തോ, അതൊന്നും നോട്ടല്ല. അത് വെല്ലൂരുണ്ടായാലും വേണ്ടില്ല, പട്ടിക്കാടുണ്ടായാലും വേണ്ടില്ല, ഇടവണ്ണുണ്ടായാലും വേണ്ടില്ല, എവിടെ ഇല്ലെങ്കിലും വേണ്ടില്ല. നേരെ മറിച്ച് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും എന്താണോ എങ്ങനെയാണോ ജീവിച്ചത് അത് പ്രകാരം ജീവിക്കുന്നു, അത് പ്രകാരം ജീവിക്കാൻ. അതുകൊണ്ട് തൊപ്പിയിടൽ അനുവദനീയമായ വേഷമാണ്. തൊപ്പി ഇട്ടതിന്റെ പേരിൽ ഒരാൾ നരകത്ത് പോകില്ല, തൊപ്പി ഇടാത്തതിന്റെ പേരിലും ഒരാൾ നരകത്ത് പോകില്ല. തൊപ്പി ഇട്ടവന് നരകത്ത് പോകില്ല, ഇടാതെ നരകത്ത് പോകില്ല. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ തലമറക്കാൻ പാടില്ല എന്നാണ്. ഹജ്ജിന് പോകുമ്പോ തലമറക്കാൻ പാടില്ല എന്നാണ്. ശ്രദ്ധിക്കേ സാറേ, അയാളെ ശ്രദ്ധപ്പെടുത്തല്ലേ, അദ്ദേഹം ഉത്തരം കേട്ടോട്ടെ. ആയിക്കോട്ടെ, സമയം തരാം, അദ്ദേഹം കേട്ടോട്ടെ. ഇപ്പൊ തന്നെ എടുക്കാറായാലും ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് തലമറക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഹജ്ജിന് പോയ ആള് പറയാണ്, എന്താ ഹജ്ജിനും ഉംറക്കും പോകുമ്പോ തലമറക്കാൻ പാടില്ല, അവിടെ ഇവിടെ ആരും മറക്കാൻ പാടില്ല പറഞ്ഞാലോ, അതും ശരിയല്ല. അപ്പൊ ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെട്ട രീതികളും നിയമങ്ങളും ഉണ്ടാകും, അതുപ്രകാരം പോവുക. ഒരു തലമറക്കൽ ഒരു അനുവദനീയമായ വേഷമാണ്, ഹലാലായ ജായിസായ വേഷമാണ്. അത് ആർക്കും സ്വീകരിക്കാം. അത് സ്വീകരിച്ചതിന്റെ പേരിൽ നരകത്തിൽ പോവില്ല, അത് ചെയ്യാത്തതിന്റെ പേരിലും നരകത്തിൽ പോവില്ല. നേരെ മറിച്ച് ഒരു കാര്യം ദീനായി മാറണമെങ്കിൽ, ഒരു കാര്യം മതമായി മാറണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വേണം, സ്വഹാബത്തിന്റെ മാതൃക വേണം. അതിലില്ലാത്ത ഒന്ന് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ആര് ചെയ്താലും അത് ദീനാവുകയില്ല. അതേ ഹറമുകളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ അവിടെ കൃത്യമായ തൗഹീദ് പ്രഖ്യാപിക്കുന്നു, റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് പഠിപ്പിക്കുന്നു. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ചാണ് അവിടുത്തെ ഖതീബ് പ്രഖ്യാപിച്ചത്. അതൊന്നും പലരും സ്വീകരിക്കുന്നില്ല. അവിടെ ആ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതല്ലാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ അതൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി അവിടെ ഉണ്ട് എന്നുകൊണ്ട് മാത്രം സ്വീകരിക്കണമെന്നാണോ? അതുമല്ല. പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, അതാണ് ദീന്. ഇല്ലേ, അതാര് ചെയ്താലും ശരി, അത് ദീനല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, നിങ്ങൾക്ക് നബി ചേച്ചി മറ്റുള്ള പാർസലായിട്ട് വന്നതോ അതോ സൗദി അറേബ്യയിൽ നിന്ന് വന്നതോ? ലോകത്തെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സൗദിയിൽ മാത്രമല്ല, നബി ജനിച്ചത് മക്കയിലാണ്. ആയിക്കോട്ടെ, നമുക്ക് ഇടാം, ഇട്ടോളി. ഇടാൻ പാടില്ല, ആർക്കും വാദമില്ല, ഇടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെപ്പായിട്ടുണ്ട് അവിടെ, അവിടുത്തെ എല്ലാവരും നിങ്ങളൊക്കെപ്പായിടുന്നു, നിങ്ങളിട്ടില്ല, ഞാൻ ഇടുന്നില്ല. ആ ഖതീബ് നിങ്ങളൊക്കെപ്പായിട്ട് എപ്പോഴും നടക്കുന്നത്, ഖുതുബയിൽ മാത്രമല്ല. അയാൾ എപ്പ പുറത്തിറങ്ങിയാലും നിങ്ങളൊക്കെപ്പായം ധരിക്കുന്നു. ഇവിടുത്തെ ചോദിക്കാം, മക്കത്തല്ലേ നബി വന്നത്, നബി ഇട്ടത് നിങ്ങളൊക്കെപ്പായല്ലേ, അവിടെ നമ്മളൊക്കെ നിങ്ങളൊക്കെപ്പായെന്ന് പറഞ്ഞാലോ? അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് ജീവിച്ചപ്പോ സഞ്ചരിച്ചത് അധികവും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമാണ്. മക്കയിൽ നബി സഞ്ചരിച്ചത് ഒന്നുകിൽ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. അതുകൊണ്ട് ഇപ്പോ ഒരാൾ നമ്മോട് പറയാണ്, നമ്മൾ ആരും കാറും ബസ് ഉപയോഗിക്കാൻ പാടില്ല, കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അതേ റസൂൽ മക്കത്ത് ജീവിച്ചപ്പോ ഭക്ഷിച്ചത് അധികവും ഗോതമ്പാണ്, അതേപോലെ കാരക്കയാണ്. കാരക്കയും ഗോതമ്പാണ് കഴിച്ചത്. അതുകൊണ്ട് അരി തിന്നാൻ പാടില്ല, പൊടി കഴിക്കാൻ പാടില്ല, പയർ തിന്നാൻ പാടില്ല, ഗോതമ്പും കാരക്കയും മാത്രമേ പാടുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഈത്തപ്പയുടെ ഓല മേഞ്ഞതായിരുന്നു. അതുകൊണ്ട് നമ്മളാരെങ്കിലും പറയോ ആ വീട് മാത്രമേ പാടുള്ളൂവെന്ന്? ഇല്ലല്ലോ. ആ നബിതങ്ങൾ കടന്നുറങ്ങിയത് പലപ്പോഴും മണലിലായിരുന്നു, ഈത്തപ്പന ഓലയിലായിരുന്നു. അതുകൊണ്ട് ബെഡ് പാടില്ല, കട്ടിൽ പാടില്ല എന്ന് നമ്മളാരെങ്കിലും പറയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ കറുത്ത തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഹദീസിൽ കാണാൻ പറ്റും. മക്ക ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ട് നബിതങ്ങൾ വന്നു. അതുകൊണ്ട് കറുത്ത തലകെട്ടായി കെട്ടാൻ പാടുള്ളൂ എന്നൊരാൾ പറഞ്ഞാലോ? അതും ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ തല തുറന്നിട്ട് നടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാർ പലരും തലയിൽ ഒന്നുമില്ല, ഒറ്റ തുണിയെടുത്തിൽ ജീവിച്ചവരാണ്. കാരണം അവർ അധികം ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം സ്വീകരിക്കാനില്ല, ഒറ്റ തുണിയെടുത്തിട്ടാണ് അവർ പലപ്പോഴും നടന്നിരുന്നത്. നിസ്കരിക്കാൻ സമയത്ത് ചുമല് മറക്കണം, പിരടി മറക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ ഉടുത്ത തുണി അഴിച്ചിട്ട് അവർ കഴുത്തിലൂടെ കെട്ടി എന്നാണ്.
സുന്നത്ത് കല്യാണം കഴിഞ്ഞ കുട്ടികൾ തങ്ങളുടെ തുണികൾ കിട്ടുന്നത് പോലെ അവർ തങ്ങളുടെ തുണികൾ ഈ പിരടിലൂടെ കെട്ടിയിട്ടാണ് അവർ നിസ്കരിച്ചത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ഒരു നാട്ടിൽ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ നാടുകളിൽ വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകും. അത് മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ വഹയു പ്രകാരം പഠിപ്പിക്കണം. അതുകൊണ്ട് മക്കയിൽ അല്ലാഹു റസൂൽ വന്നു, അത് ശരി തന്നെയാണ്. മക്കയിലും മദീനയിലുമായി പ്രവാചകർ മതം പഠിപ്പിച്ചു. ആ മക്കയിൽ ആ മദീനയിൽ അന്നും ഇന്നും നബിദിനാഘോഷമില്ല. ആ മക്കയിൽ മങ്കൂസ് മൗലിദില്ല. ആ മക്കയിൽ ശറഫ് അനാമില്ല. ആ മക്കയിൽ മുഹീദ്ദീൻ ഇല്ല. ആ മക്കയിൽ നാരിയ സ്വലാത്തില്ല. ആ മക്കയിൽ ജീലാനി ആഘോഷമില്ല. ആ മക്കയിൽ പദ്യങ്ങളോ ഗദ്യങ്ങളോ പദ്യഗദ്യ സമ്മിശ്രണങ്ങളോ ആയ ഒരു മാലയും മൗലിദും അവിടെ ഇല്ല. അവിടെ കുതുബിയത്തില്ല, അവിടെ ബുർദ ഇല്ല, അവിടെ ആവക ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ ശരിയല്ല എന്ന് ആ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മിമ്പറുകളിൽ വെച്ച് ഇന്നും അവിടുത്തെ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ സ്വീകരിക്കണം. അതാണ് ശരി. ഇന്നൊരാൾ ആ വേഷം സ്വീകരിച്ചു, നല്ല കാര്യം. നിങ്ങൾക്ക് പായിട്ടു, എപ്പോഴും വെള്ള ധരിച്ചു, അയാൾ തലമറച്ചു, ആരും ആക്ഷേപിക്കുന്നില്ല, നല്ല കാര്യം തന്നെ. എന്നാൽ സുന്നത്തായി മാറാൻ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അതേ സുന്നത്താവുകയുള്ളൂ. ആ കൂട്ടത്തിൽ വെള്ള ധരിക്കാൻ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഞങ്ങളൊക്കെ വെള്ള ധരിച്ചു. നിങ്ങൾ വെള്ള ധരിച്ചില്ല, ആണ് കുറ്റം കിട്ടോ? ഇല്ല, കുറ്റം കിട്ടില്ല. വെള്ള ധരിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. വെള്ള ധരിക്കാൻ പ്രത്യേകം പ്രവാചകൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചു. നമുക്കത് ചെയ്യാം. നിര്യാണിക്ക് മുകളിൽ കൊടുക്കാൻ പ്രത്യേകം പറഞ്ഞു. അത് അങ്ങനെ തന്നെ പാലിക്കേണ്ടതാണ്. താഴെ ഇറങ്ങിയാൽ നരകത്തിലാണ് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ പ്രത്യേകമായി പഠിപ്പിച്ചതെന്തോ അത് ജീവിതത്തിൽ പാലിക്കണം. നിസ്കരിക്കാൻ പോകുമ്പോൾ ചുമല് മറക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു, നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിസ്കരിക്കുമ്പോൾ തലമറക്കണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മറക്കാൻ പാടില്ല എന്നാണോ? അല്ല, അനുവദനീയമായ വേഷമാണ്, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. എന്നാൽ ചുമല് മറക്കൽ പ്രത്യേകമായി സുന്നത്തായി പരിചയപ്പെടുത്തി. ചുമലിൽ ഒന്നുമില്ലാതെ നമസ്കരിക്കരുത് എന്ന് തന്നെയും ഹദീസിൽ വന്നു. അതുകൊണ്ട് കുപ്പായമില്ലെങ്കിൽ മുണ്ടോ ഒക്കെ ചുമലിൽ ഇട്ടുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച, ഇന്നും അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ആദർശം എന്ന് നമ്മൾ തിരിച്ചറിയുക.